സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയാക്കിയിട്ടുണ്ട്. നല്ല തമാശയാണ്. ഇത് ആക്കുമ്പോൾ ഒരു 10-65 ആളുകൾക്ക് എൻ്റെ ഗുണം കിട്ടും. അപ്പോഴാണ് പെൻഷൻ രംഗത്തെ അശാസ്ത്രതകളെക്കുറിച്ച് നിരവധി ആളുകൾ നമ്മെ വിളിച്ച് അഭിപ്രായം പറയുന്നത്. അതിലിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ വീഡിയോ ചെയ്ത് രണ്ടാമത്തെ വീഡിയോയ്ക്കിടയ്ക്കുള്ള ഗ്യാപ്പ് സമയത്ത് ഒരു വളരെ പാവപ്പെട്ട മീൻസ് ഇപ്പോൾ സാമ്പത്തികമായി പാവപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നെ പറഞ്ഞത് 36 വർഷം കേരളത്തിലൊരു ഗവേഷണ സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ പെൻഷൻ എന്ന് പറയുന്നത് EPF ആണ്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നാണ് പൈസ കിട്ടുന്നത്. 2500 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. നോക്കണം, 36 വർഷം അദ്ദേഹം ജോലി ചെയ്തു, 2500 രൂപ. 40 വർഷം 45 വർഷം അങ്കണവാടിയിൽ ജോലി ചെയ്തവർക്ക് 2500 രൂപ. അതിന് വർക്കർക്ക് 2500 രൂപ, ഹെൽപ്പർക്കാണെങ്കിൽ 1500 രൂപ. അങ്കണവാടി ഹെൽപ്പർമാർ ഒരു ഹെൽപ്പർക്ക് 1500 കിട്ടുമ്പോൾ ഇതൊന്നും ചെയ്യാത്ത വിധവ പെൻഷൻ പോലുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരു സർവീസും സർക്കാരിന് കൊടുക്കാത്തവർക്ക് 2000 കൊടുക്കുന്നു. അത് കൊടുക്കണ്ട എന്നല്ല, തീർച്ചയായും കൊടുക്കണം. എന്നാൽ ഇവർക്ക് അത് കിട്ടുമോ? അത് കിട്ടുകയുമില്ല. ഇനി ഇത് കിട്ടുന്നത് കൊണ്ട് ഇവർ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് 1,00,000 രൂപയ്ക്കുള്ള വരുമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പൈസയും കിട്ടത്തില്ല. വളരെ രസകരമാണ് കേരളത്തിലെ പെൻഷൻ സ്കീമിനെ കുറിച്ച് ആലോചിച്ചാൽ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനുള്ള ഒരു വിഭാഗം, അവർക്കാണെങ്കിൽ വലിയ ശമ്പളത്തിനനുസരിച്ച് അവർക്ക് പെൻഷൻ കിട്ടും. ഇനി 16 വർഷവും 18 വർഷത്തെ സർവീസിൻ്റെ മിനിമം പെൻഷൻ ആവാത്തവരുടെ അത് 1,00,000 ആളുകൾ, അവരുടെ സങ്കടകഥ നമ്മൾ ഇന്നലെ ചെയ്തു. അത് വലിയ സങ്കടത്തിൻ്റെ ഒരു മാർഗ്ഗമാണ്. EPF കിട്ടുന്നവരുടെ സങ്കടം വേറെ വലുതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് കിട്ടുന്നവരുടെ പെൻഷൻകാരുടെ വളരെ വലുതായ പെൻഷനാണ്. സർക്കാരിനെ തന്നെ സേവിച്ചിട്ട് 1500 രൂപ 1000 രൂപയൊക്കെ പെൻഷൻ കിട്ടുന്ന നിരവധി ആളുകൾ. വളരെ സങ്കടകരമാണ് പെൻഷൻ്റെ കാര്യം. അതേസമയം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടുന്ന നല്ല തുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, കേന്ദ്രത്തിലെ സംസ്ഥാനത്തിലെ, ഇതിനൊരു ഏകീകരണം വരണ്ടേ? ആരുടെയെങ്കിലും പെൻഷൻ കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരാളിന് കൊടുക്കുകയോ മറ്റൊരാളുടെ എടുത്ത് മാറ്റി ഒന്നും ചെയ്യണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇതിനൊരു പെൻഷൻ പരിഷ്കരണ ബോർഡ് കൃത്യമായി ഗവൺമെൻറ് ആലോചിക്കണം. ഒരാൾ 60 വയസ്സായാൽ അല്ലെങ്കിൽ 56 വയസ്സിൽ സർവീസിൽ നിന്നിറങ്ങിയാൽ അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഈ കിട്ടുന്ന പെൻഷൻ്റെ ഒരു രീതി തന്നെ, ഘടന തന്നെ മാറേണ്ട സമയമായി. അവർക്ക് പിന്നെ ഇപ്പോൾ എന്നെ സംസാരിച്ച ഒരു ചേട്ടൻ എന്നോട്, എനിക്ക് പ്രായം അറിയില്ല കാരണം 60 വയസ്സ് കഴിഞ്ഞ ആളാണ്, എന്നേക്കാൾ പ്രായമുള്ള ആളാണ്. അപ്പോൾ ആ ചേട്ടൻ ഞാൻ പേരൊന്നും ചോദിച്ചില്ല, വിഷമിച്ച് പറഞ്ഞിട്ട് ഈ പേരൊന്നും ചോദിച്ചില്ല. ആ ചേട്ടൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം 2500 രൂപ അദ്ദേഹത്തിന് കിട്ടുമ്പോൾ BP അസുഖമുണ്ട്, ഷുഗറിൻ്റെ അസുഖമുണ്ട്, കൊളസ്ട്രോളിൻ്റെ അസുഖമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 2500 ആണ് പുള്ളിക്കാരനുള്ളത്. ഹെൽത്ത് കാർഡില്ല. ആയുഷ്മാൻ ഭാരതിൻ്റെ ഒരു ഹെൽത്ത് കാർഡിന് പോയി ഒരു ദിവസം ക്യൂ നിന്ന് നരേന്ദ്രമോദിയുടെ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് എടുത്തു. പക്ഷെ കാർഡ് കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഹോസ്പിറ്റലുകാർ പറയുന്നത് കേരള സർക്കാർ ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല, അതുകൊണ്ട് ആയുഷ്മാൻ ഭാരതിൽ ആളുകൾക്ക് പൈസ കിട്ടുന്നില്ല. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ രാജ്യത്തുള്ള വിഷയങ്ങൾ പോലും അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ബസ് യാത്രയുടെ കാര്യങ്ങൾ. പിന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം, 36 വർഷം 35 വർഷം ജോലി ചെയ്ത ഒരാൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വലിയ ഉയർന്ന നിലയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഇത്രയും വർഷം ജോലി ചെയ്തില്ലേ, അപ്പോൾ അയാൾക്ക് 10,000, 20,000, 50,000 രൂപ പെൻഷൻ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ കിട്ടുന്നത് 2,500 രൂപയാണ്. അപ്പോൾ പെൻഷനിൽ ഉള്ള ഈ അശാസ്ത്രീയത, അത് മിനിമം സാലറിയുടെ പേരിലുള്ള മിനിമം സർവീസിൻ്റെ പേരിലുള്ള അശാസ്ത്രീയത, ഞാൻ ഈ പറഞ്ഞ പോലെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ പെൻഷൻ പരിഷ്കരണമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു കോമൺ മിനിമം പെൻഷൻ പരിഷ്കരണം ആവശ്യമുണ്ട്. അത് എത്ര രൂപ എത്രയാണെന്നൊക്കെ ചർച്ച ചെയ്യണം. അതൊന്നും ഞാനിപ്പോൾ പറയില്ല. ഇപ്പോൾ 1 ഇന്ത്യ 1 പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് സമരമൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും അല്ല നമ്മളെ വിഷയം. ഈ രാജ്യത്ത് കോമൺ ആയിട്ടുള്ളൊരു മിനിമം പെൻഷൻ സ്കീം കൊണ്ടുവരേണ്ടതാണ്. അത് EPF ഒക്കെ മതിയാക്കിയിട്ട് അങ്ങനെ ഒരു സംവിധാനം രാജ്യത്ത് വരണം. കേരളത്തിലും അത് വരേണ്ടതാണ്. കേരളത്തിൻ്റെ സർക്കാർ സർവീസിൽ ഏത് ചെറിയ ജോലിയായാലും സർക്കാരിനെ സേവിക്കുന്നവർക്കുള്ള ഒരു പാക്കേജും, അല്ലാതെ ജോലി എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, തൊഴിലെടുക്കുന്ന ഒരുപാട് ആളുകൾ. ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ, മദ്യത്തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, ലോട്ടറി തൊഴിലാളികൾ, ഇങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ തൊഴിലെടുക്കുന്നവരുടെ പെൻഷൻ പാറ്റേൺ എന്താണ്? അപ്പോൾ 2 തരത്തിലോ അല്ലെങ്കിൽ ഇത് ഒന്നിച്ചാക്കാൻ പറ്റുമോ? ഒന്നിച്ചാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ട് വരാനും സർക്കാർ സർവീസിൽ ജോലി ചെയ്തവർക്ക് പൈസ കുറച്ച് കുറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പെൻഷൻ ഏകീകരണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൃത്യമായി നമുക്ക് കൊണ്ടുവന്നേ കഴിയൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, 60,000 രൂപ 70,000 രൂപ 1,00,000 രൂപ പെൻഷൻ കിട്ടുന്നവരുമുണ്ട്, 1000 രൂപ പോലും പെൻഷൻ കിട്ടാത്തവരുമുണ്ട്. എങ്ങനെയാണിത് ജീവിതം കൂട്ടിമുട്ടിക്കുക എന്ന് പലർക്കും അറിയില്ല. ആത്മാഭിമാന ബോധമുണ്ടതുകൊണ്ട് ഞാനും സർക്കാർ ജോലി ചെയ്തു. ഞാൻ ചിലപ്പോൾ KSRTCയിലായിരിക്കും ജോലി ചെയ്തത്. എൻ്റെ ബന്ധുക്കൾ അല്ലെ ഒരാൾ 5 പൈസ പെൻഷൻ ഇല്ല. വാട്ടർ അതോറിറ്റിക്കാർ സമരം ചെയ്ത് കിടക്കുന്നു. അവർക്ക് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അവർ സമരത്തിലാണ്. അപ്പം ഒരു വശത്ത് ആത്മാഭിമാന ബോധത്തിൻ്റെ ഒരു ബോധം മലയാളിക്കുണ്ട്. പുറത്ത് പറയാനും കഴിയുന്നില്ല, ആരോട് സംസാരിക്കാനും കഴിയുന്നില്ല, സമൂഹം ഒട്ടങ്ങോട്ട് വിശ്വസിക്കുകയുമില്ല.
എന്നാൽ വലിയ ആത്മസംഘർഷത്തിലാണ് മലയാളിയുടെ ശരാശരി പെൻഷൻ വാങ്ങുന്നവർ. സർക്കാരിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്നവർ ഒഴിച്ച് ബാക്കി എല്ലാവരും വലിയ മാനസിക സംഘർഷത്തിലാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ ഗൗരവമായി ഗവൺമെൻറ്, ഒരുപക്ഷെ ഈ ഗവൺമെൻറ് ഈ ചെറിയ കാലയളവിൽ നടന്നില്ലെങ്കിൽ വരുന്ന ഗവൺമെൻറ് ആരായാലും എക്സ് ആയാലും വൈ ആയാലും പെൻഷൻ രംഗത്തെ ഒരു മിനിമം കോമൺ പെൻഷനെക്കുറിച്ച്, പൊതു പെൻഷനെക്കുറിച്ച് ചിന്തിക്കണം. അമേരിക്കയിലൊക്കെ അതുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റും അത് ചിന്തിക്കണം. മാത്രമല്ല അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മേഖലയിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരെ കൂടി എങ്ങനെ ഈ പരിധിയിലേക്ക് കൊണ്ടുവരാമെന്നും ഗൗരവമായി സർക്കാരുകൾ ആലോചിക്കണം.